പിരായിരി കല്ലേക്കാട് മാമ്പറ ക്വാറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ക്വാറിയിൽ പരിശോധന നടത്താൻ അധികൃതർ എത്തിയപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെ എത്തിയാണ് പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. ക്വാറിയിൽ നിന്നും 200 മീറ്റർ അകലത്തിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 22 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ജൽജീവൻ മിഷന്റെ ജലസംഭരണിക്കും 150 വീടുകൾക്കും ക്വാറിയുടെ പ്രവർത്തനം ഭീഷണിയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലാ കളക്ടർ, മൈനിംഗ് ജിയോളജി വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, പാലക്കാട് സൗത്ത് പോലീസ്, പിരായിരി വില്ലേജ്, പിരായിരി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെല്ലാം നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് വൈബ്രേഷൻ ടെസ്റ്റിംഗിന് വേണ്ടി അധികൃതരും ക്വാറി ഉടമയും സ്ഥലത്തെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തടയുകയായിരുന്നു. വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും MLAയും പോലീസും ഉൾപ്പെടെ ഇടപെട്ടാണ് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചത്. 2017 പ്രവർത്തനം നിലച്ച ക്വാറിക്ക് അനുമതി ലഭിച്ചത് അടുത്തിടെയാണ്. 4.3 ഏക്കറിൽ 1 ഏക്കർ സ്ഥലത്ത് ഖനനം ചെയ്യുന്നതിനാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അംഗീകാരം ലഭിച്ചത്. ജില്ലാതല റവന്യൂ സമിതി, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എന്നിവയുൾപ്പെടെ എല്ലാ അനുമതികളും ലഭ്യമാക്കി നിയമവിധേയമായാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ക്വാറി അധികൃതർ പറഞ്ഞു. 2026 ജനുവരി 17 വരെയാണ് നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. അതല്ലാതെ നമ്മൾ കോടതി ഉത്തരവുകളായാലും സർക്കാർ തീരുമാനങ്ങളായാലും ഉദ്യോഗസ്ഥ തീരുമാനങ്ങളായാലും ജനപ്രതിനിധിയുടെ തീരുമാനങ്ങളായാലും എല്ലാ തലം ജനങ്ങളെയും വിശ്വാസത്തിൽ എടുത്തിട്ട് വേണം തീരുമാനമെടുക്കുക. പാലക്കാട് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കുടിവെള്ളക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. ഓരോ തുള്ളി വെള്ളത്തിനും പൊന്നിൻ്റെ വില കൊടുക്കുന്ന ഒരു നാട്ടിൽ കോടതികളായാലും ഉദ്യോഗസ്ഥന്മാരായാലും എടുക്കുന്ന തീരുമാനം ആ വെള്ളത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളതായിരിക്കണം പ്രൈമറി ഫോക്കസ്. അത് ഏത് തീരുമാനമായിക്കോട്ടെ, ആരെടുക്കുന്ന തീരുമാനമായിക്കോട്ടെ, വെള്ളത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കണം ആ തീരുമാനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ഫോക്കസ്. 1. 2, ജനങ്ങളെ, ഇപ്പോൾ ജനങ്ങൾ കൺസേൺ പറയുമ്പോൾ ആ ജനങ്ങളുടെ മുകളിലേക്ക് നമ്മൾ ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. ജനങ്ങൾക്ക് ആശങ്കയുണ്ടോ? അപ്പോൾ ഏത് സംരംഭം ആയിക്കോട്ടെ, ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എങ്കിൽ ആ ആശങ്ക കേട്ട് ആ ആശങ്ക പരിഹരിച്ച് അതിനുശേഷം മുന്നോട്ട് പോകുന്നതിനപ്പുറം ജനങ്ങളുടെ മുകളിലേക്ക് ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി പ്രതിരോധം ഉണ്ടാകും. ആ പ്രതിരോധത്തിന് സ്വാഭാവികമായ ഒരു ജനപ്രതിനിധി നിലയിൽ മുന്നിൽ തന്നെ ഉണ്ടാകും.